സോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നത് ഇക്വലൻസ് റിലേഷൻസ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇക്വലൻസ് റിലേഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒരു സെറ്റ് എസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു റിലേഷൻ ആർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടിൽഡ എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ബ്രദർ ഓഫ്, ലെസ് ദാൻ, സബ്സെറ്റ് ഓഫ്, ഇങ്ങനെയുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നു. അതൊന്ന് റിഫ്ലെക്സിവിറ്റി, എ റിലേറ്റഡ് ടു എ. 2 സിമെട്രിസിറ്റി, എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. മൂന്നാമത്തെ A related to B and B related to C should imply A related to C. അത് ട്രാൻസിറ്റിവിറ്റി. ഇപ്പോൾ ഈ 3 കണ്ടീഷൻസും ഒക്കെ ആണെങ്കിൽ ആ റിലേഷനെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നു. അത് നമ്മൾ കോൺഗ്രുവൻസ്, അതേപോലെ നമ്മുടെ എന്താ പറയുക, സബ്സെറ്റ്, ഇങ്ങനത്തെ പല എക്സാമ്പിളുകൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ സബ്സെറ്റ് എന്ന് പറയുന്ന ഈക്വലൻസ് റിലേഷൻ ആയിരുന്നില്ല. അതേപോലെ വേറെയും ഡിവൈഡ്സ്, എ ഡിവൈഡ്സ് ബി എന്ന് പറയുന്ന ഈക്വലൻസ് റിലേഷൻ ആയിരുന്നില്ല. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈക്വലൻസ് ക്ലാസ്സസ് എന്താണെന്നുള്ളതാണ്. ഒരു ഈക്വലൻസ് റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വലൻസ് ക്ലാസ്സുകൾ നമുക്കതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു ഈക്വലൻസ് ക്ലാസ്സിലേക്ക് നയിക്കും നമ്മളെ. അതെന്താണ് ഈക്വലൻസ് ക്ലാസ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. Let tilde be an equivalence relation on a set S. If A element of S, then the equivalence class of A in S under tilde is defined as equivalence. അതാണ് നൊട്ടേഷൻ. equivalence class of A ഇത് മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. equivalence class of A equal to set of all x element of S such that x tilde A, അതായത് എ എന്ന് പറയുന്ന എസ് എന്ന് പറയുന്ന സെറ്റിൽ ടിൽഡ എന്ന് പറയുന്ന ഒരു ഇക്വലൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇക്വലൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദോസ് എലമെൻറ്റ്സ് ഓഫ് എസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു എ അണ്ടർ ടിൽഡ. എ ടിൽഡ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ് സച്ച് ദാറ്റ് എക്സ് ടിൽഡ എ. എക്സ് ഏതൊക്കെ എലമെൻറ്റുകളാണോ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അണ്ടർ ടിൽഡ, ആ എലമെൻറ്റുകളെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു, ആ കളക്ഷനെ നമ്മൾ എന്താ പറയുന്നത്, ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്നാണ് പറയുന്നത്. ഇക്വലൻസ് ക്ലാസ് ഓഫ് എ, ദ എലമെൻറ്റ് എ. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഓരോ ഇക്വലൻസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഓരോ എലമെൻറ്റും ഓരോ ഇക്വലൻസ് ക്ലാസ്സിലെ മെമ്പർമാരായിരിക്കും. നമ്മൾ ഫർദർ അടുത്തൊരു ക്ലാസ്സിലും കൂടി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇക്വലൻസ് ക്ലാസിൻ്റെ ഡെഫിനേഷൻ എത്രയാണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് എൻ എലമെൻറ്റ് എ ഇസ് സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് ഓഫ് എസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു എ അണ്ടർ ദ ഗിവൺ റിലേഷൻ. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ് ഇസ് ദാറ്റ് സെറ്റ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ഇസ് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു എക്സ് ടിൽഡ എ. ഇതെവിടെ എഴുതിയിട്ടുണ്ട്? സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് എസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു എ അണ്ടർ ടിൽഡ. ഇത്രയേ ഉള്ളൂ ഇക്വലൻസ് ക്ലാസിൻ്റെ ഡെഫിനേഷൻ. എയോട് സാമ്യമുള്ള എലമെൻറ്റുകളുടെ കളക്ഷൻ, എയുമായിട്ട് റിലേഷനുള്ള എലമെൻറ്റുകളുടെ കളക്ഷൻ, അതിനെയാണ് ഇക്വലൻസ് ക്ലാസ് കറസ്പോണ്ടിങ് ടു എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് പ്രോബ്ലത്തിലേക്ക് 2-3 എക്സാമ്പിളുകളാണുള്ളത്. പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കിയുള്ളത് പാർട്ടീഷൻസ് ആണ്, അത് അടുത്ത വീഡിയോയിൽ എടുക്കും. അപ്പോൾ ഈ ടോപ്പിക് അതോടുകൂടെ അവസാനിക്കുകയും ചെയ്യും. Now, define tilde on Z as A tilde B if and only if n divides A minus B. Check whether tilde is an equivalence relation on Z. If so, find the equivalence classes. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ് നമ്മുടെ സെറ്റ്. അവിടെ ടിൽഡ എന്ന് പറയുന്ന റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എ ആൻഡ് എ റിലേറ്റഡ് ടു ബി, എ ബിയും റിലേഷൻ വരുന്നത് എപ്പോഴാണ്? വെൻ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എൻ, അല്ലെങ്കിൽ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്നൊരു ഫിക്സ് ചെയ്തിട്ടുള്ളൊരു സംഖ്യയാണ്. ലെറ്റ് എൻ ബി ആൻ ഇൻറ്റിജർ, എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എൻ എന്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷനാണ് കേട്ടോ. ഒരു എന്നിന് ഒരു റിലേഷൻ അങ്ങനെയാണ് വരുന്നത്. അത് തൽക്കാലത്തിന് വലിയ ഡീപ്പിലേക്ക് പോകണ്ട. എൻ എന്ന് പറയുന്ന ഒരു 2, 5, 7 അങ്ങനെ ഏതെങ്കിലും ഒരു 6 ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ടിൽഡ ഈസ് ഡിഫൈൻഡ് ആസ് എ ടിൽഡ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. എൻ എന്ന് പറയുന്ന സംഖ്യ എ മൈനസ് ബിയെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ വി സേ ദാറ്റ് എ ആൻഡ് ബി ആർ റിലേറ്റഡ് അണ്ടർ ടിൽഡ. അതാണ് അങ്ങനെയാണ് ടിൽഡയുടെ ഡെഫിനേഷൻ. അപ്പോൾ അത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സുകൾ എന്താണ് വരിക എന്നുള്ളതും കൂടെ പറയാനാണ് ചോദിച്ചിട്ടുള്ളത്. ഗിവൺ എ ടിൽഡ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ഫോർ എ ആൻഡ് ബി എലമെൻറ്റ് ഓഫ് എസ്. അപ്പോൾ
ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. എ ടിൽഡ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. അതായത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നും ആണെങ്കിലാണ് ഇക്വലൻസ് റിലേഷൻ ആവുന്നത്. ഇക്വലൻസ് റിലേഷൻ ആയാലാണ് നമുക്ക് ഇക്വലൻസ് ക്ലാസ് കിട്ടുകയുള്ളൂ. ആദ്യം റിഫ്ലെക്സിവിറ്റി നോക്കാം. എപ്പോഴാണ് രണ്ട് എലമെൻറ്റുകൾ റിലേറ്റഡ് ആവുന്നത്? വെൻ എ ആൻഡ് ബി ആർ റിലേറ്റഡ് ഇഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എൻ. നൗ നമുക്കറിയാം എ മൈനസ് എ 0 ആണ്. a minus a equal to 0, that is divisible by n. Okay, അപ്പോൾ a minus a or n divides a minus a. അതിൻ്റെ അർത്ഥം എന്താണ്? a tilde a. a tilde b if and only if a minus b is divisible by n. a minus a is 0, that is divisible by n. So a is related to a. a tilde a. അത് നമ്മുടെ റിഫ്ലെക്സിവിറ്റി ആയി. a tilde a or a is related to a. That means this relation is reflexive. ഇനി സിമെട്രിസിറ്റി നോക്കാം നമുക്ക്. ലെറ്റ് എ ടിൽഡ ബി എന്ത് പ്രൂവ് ചെയ്യണം? ബി ടിൽഡ എ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ബി ഈസ് റിലേറ്റഡ് ടു എ ആണെന്ന് പ്രൂവ് ചെയ്യണം. എ ഈസ് റിലേറ്റഡ് ടു ബി, ദെൻ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എൻ എ മൈനസ് ബി എന്ന് പറയുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യും. എ മൈനസ് ബി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി മൈനസ് എ എന്ന് പറയുന്ന സംഖ്യയെ b minus a. So hence n divides b minus a. ഉറപ്പല്ലേ? 4 minus 2നെ 2 ഡിവൈഡ് ചെയ്യുമെങ്കിൽ 2 minus 4നെയും 2 ഡിവൈഡ് ചെയ്യും. അപ്പോൾ a minus b യെ n ഡിവൈഡ് ചെയ്യുന്നു, അതായത് a tilde b. So b minus a is also divisible by n, or n divides b minus a, which means b tilde a. So b tilde a, that is, ഇപ്പോൾ പ്രൂവ് ചെയ്തത് എന്താണ്? a tilde b implies b tilde a. So tilde is symmetric on z. അപ്പോൾ ഈ റിലേഷൻ സിമെട്രിക് ആണ്. നൗ ട്രാൻസിറ്റീവ് ആണ് എന്നും കൂടെ നമുക്ക് കാണിക്കണം, എന്നാൽ അത് ഇക്വലൻസ് ആവുകയുള്ളൂ. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ 3 എലമെൻറ്റുകൾ എടുക്കുകയാണ്, എ ബി സി. നൗ സപ്പോസ് എ ടിൽഡ ബി ആൻഡ് ബി ടിൽഡ സി. എ ഇസ് റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഈസ് റിലേറ്റഡ് ടു സി. അതായത് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് സി. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നതാണ്. എ റിലേറ്റഡ് ടു ബി ആണ്, ബി റിലേറ്റഡ് ടു സി ആണ്. അപ്പോൾ എ റിലേറ്റഡ് ടു ബി ആയതുകൊണ്ട് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. ബി റിലേറ്റഡ് ടു സി ആയതുകൊണ്ട് എൻ ഡിവൈഡ്സ് ബി മൈനസ് സി. ഇത് രണ്ടുമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് എൻ ഡിവൈഡ്സ് ബി മൈനസ് സി. ഒറ്റ സെൻറ്റൻസിൽ എഴുതിയെന്ന് മാത്രം. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന സംഖ്യയെയും എൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി മൈനസ് സി എന്ന് പറയുന്ന സംഖ്യയെയും എൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. എ മൈനസ് ബിയും ഡിവൈഡ് ചെയ്യും, ബി മൈനസ് സിയും എന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സമ്മിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. 2 divides 10, 2 divides 12. സോ 2 divides 10 plus 12 എന്ന് പറഞ്ഞ പോലെയേ ഉള്ളൂ. എ മൈനസ് ബി എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് എൻ ഡിവൈഡ്സ് ബി മൈനസ് സി. സോ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഈ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്താണ്? ദാറ്റ് ഈസ് എ മൈനസ് സി. സോ എൻ ഡിവൈഡ്സ് എ മൈനസ് സി. എൻ ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എ ടിൽഡ സി ആണ് ഡെഫിനിഷൻ പ്രകാരം. എ ടിൽഡ സി. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എ ടിൽഡ ബി ആൻഡ് ബി ടിൽഡ സി. നമ്മൾ എവിടെ എത്തി? എ ടിൽഡ സി. ദാറ്റ് മീൻസ് ദിസ് റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ എന്തൊക്കെയായി? റിഫ്ലെക്സീവായി, സിമെട്രിക്കായി, ട്രാൻസിറ്റീവുമായി. ദാറ്റ് മീൻസ് ദ റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ പ്രൂവ് ചെയ്യേണ്ട ഇക്വലൻസ് ക്ലാസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻസ് ക്ലാസ് എന്താ? ജസ്റ്റ് 2 വരെയേ ഉള്ളൂ, നോക്കാം നമുക്ക്. സോ എൻ ഡിവൈഡ്, അപ്പോൾ നമ്മളത് പറഞ്ഞു വെച്ചു, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. സോ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. നൗ ചൂസ് ആൻ എ എലമെൻറ്റ്. ഇക്വലൻസ് ക്ലാസ് ആണ് പറയാൻ പോകുന്നത്. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് ഇസെഡ്. എ എന്ന് പറയുന്നത് ഇസെഡിലെ ഏതോ ഒരു എലമെൻ്റ് ആണ്. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് ഇസെഡ്. Then equivalence class of A, നമ്മൾ ഡിഫിനിഷൻ പ്രകാരം എന്താണ്? equivalence class of A equals to all x element of S such that x tilde A. എയുമായിട്ട് ടിൽഡ വഴി റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റുകളുടെ കളക്ഷനാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ. അതായത് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ് സച്ച് ദാറ്റ് എക്സ് ടിൽഡ എ. That is equivalence class of A equal to set of all x element of S such that n divides x minus a. x tilde a എന്ന് പറഞ്ഞാൽ n divides x minus a ആണ്. അപ്പോൾ set of all x such that n divides x minus a. അല്ലെങ്കിൽ equivalence class of A equal to set of all x element of S such that, ഈ ഡെഫിനിഷൻ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. n divides x minus a. ഉന്നത്തെ വീഡിയോകളൊന്ന് കണ്ടു നോക്കുക. n divides x minus a is nothing but x congruent to a mod n. x congruent to a mod n എന്നുള്ളതാണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ് സച്ച് ദാറ്റ് എക്സ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ. എ ആയിട്ട് കോൺഗ്രുവൻസ് ഉള്ള എല്ലാ എലമെൻറ്റുകളുടെയും കളക്ഷനാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് എ അണ്ടർ ദിസ് പർട്ടിക്കുലർ റിലേഷൻ വരുന്നത്. കോൺഗ്രുവൻസ് മോഡുലോ എന്നിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്.
ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്നോളുന്നില്ല. കോൺഗ്രൻസ് മോഡിലോ എന്നിൻ്റെ ഡെഫിനേഷൻ ആദ്യം ഒന്ന് കണ്ടുവയ്ക്കുക, അതിനുശേഷം ഈ പ്രോബ്ലത്തിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? കോൺഗ്രൻസ് മോഡിലോ എൻ തന്നെയാണ്. അപ്പോൾ കോൺഗ്രൻസിൻ്റെ ടേംസിൽ നമ്മൾ എന്താ പറയും, ഇക്വലൻസ് ക്ലാസ്സുകൾ വരും. എന്താണ് ഈ റിലേഷനിൽ ഇക്വലൻസ് ക്ലാസ്സുകൾ വരിക? ഇക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ. ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എൻ. അപ്പോൾ കോൺഗ്രൻസ് മോഡിലോ എൻ, കോൺഗ്രൻസ് മോഡ് എ മോഡ് എൻ അതാണ് വരുന്നത്. അപ്പോൾ പഴയ വീഡിയോയും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കണ്ടു നോക്കുക. വീണ്ടും വീണ്ടും പറയുന്ന ലെങ്ത്ത് കൂടി പോവുകയും ചെയ്യും, ബോറടിക്കുകയും ചെയ്യും, നമുക്ക് സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പ്രോബ്ലത്തിലുള്ളത്. ഒന്നും കൂടെ പഴയ വീഡിയോയും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് നോട്ട്സ് ഒക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. Now come to the second problem. Let S denote the set of all differentiable functions from R to R. Set of all differentiable functions, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനുകളുടെ കളക്ഷനാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. അത് റിയൽ ഡിഫറൻസിയേഷൻ ആണ് കേട്ടോ, റിയൽ ഫംഗ്ഷൻസ് ആണ്, കോംപ്ലക്സ് ഒന്നും വരുന്നില്ല. ആറിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനുകളുടെ കളക്ഷനാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. ഡിഫൈൻ എഫ് ടിൽഡ ജി, എഫ് ഇസ് റിലേറ്റഡ് ടു ജി if and only if f dash x equal to g dash x for all x element of R. അതാണ് നമ്മുടെ റിലേഷൻ. എപ്പോഴാണ് രണ്ട് ഫംഗ്ഷൻസ് റിലേറ്റഡ് ആവുന്നത്? when their derivatives are the same for all real numbers x. അപ്പോൾ f tilde g if and only if f dash x equal to g dash x for all x element of R. അതാണ് നമ്മുടെ റിലേഷൻ. Verify whether tilde is an equivalence relation. If it is an equivalence relation, find the equivalence class of element, equivalence class under tilde. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ ഞാനിവിടെ പറയുകയാണ്, എഫ് ടിൽഡ ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഡെറിവേറ്റീവ്സ് സെയിം ആയിരിക്കണം, അപ്പോഴാണ് രണ്ട് ഫംഗ്ഷൻസ് റിലേറ്റഡ് ആവുകയുള്ളൂ. ഡെറിവേറ്റീവ്സ് ഒരു പോയിന്റിൽ സെയിം ആയാൽ പോരാ, എല്ലാ റിയൽ നമ്പറുകളിലും ഡെറിവേറ്റീവ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ആദ്യം ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇക്വലൻസ് ക്ലാസ് കിട്ടുകയുള്ളൂ. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രി ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. നൗ ക്ലിയർലി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ജി എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് for all x element of R. That means f is related to f. f dash x equal to g dash x ആണെങ്കിൽ f is related to g. അപ്പോൾ f dash x equal to f dash x ആണെങ്കിൽ f ആണല്ലോ, f dash x equal to f dash x ആണ്. So f tilde f is related to f itself. So tilde is റിഫ്ലെക്സ്. ടെക്സ്റ്റിലത്തെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ, പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, എളുപ്പമുള്ളൊരു എക്സാമ്പിളുമാണ്. വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആയതുകൊണ്ട്, ഒറിജിനൽ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് ഒരു പക്ഷേ ചോദിക്കാനും സാധ്യതയുണ്ട്. സോ എഫ് ടിൽഡ എഫ് മീൻസ് ദിസ് ടിൽഡ is reflexive. f is related to f, every f is related to itself. അടുത്ത് എന്ത് കാണിക്കണം? സിമെട്രിക് ആണ് എന്ന് കാണിക്കണം. let f tilde g, f and g are related, then f dash x equal to g dash x for all x definition ആണ്. this means g dash x equal to f dash x. അപ്പോൾ g dash x equal to f dash x for all x element of R എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? g is related to f. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്? f is related to g. അപ്പോൾ f dash x equal to g dash x എന്ന് കിട്ടി. that means g dash x equal to f dash x. എല്ലാം മാത്തമാറ്റിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൂഫിന് വേണ്ടി അറേഞ്ച് ചെയ്തിടുന്നതാണ്. g dash x equal to f dash x. that means g tilde f, g is related to f. അപ്പോൾ f is related to g means g is related to f. that means f tilde, this relation t tilde is സിമെട്രിക്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവായി സിമെട്രിക്കായി ട്രാൻസിറ്റീവ് ആണോ എന്ന് കൂടെ നോക്കണം. അതും വളരെ എളുപ്പമാണ്. ലെറ്റ് എഫ് ടിൽഡ ജി ആൻഡ് ജി ടിൽഡ എച്ച്. ഞാൻ ടിൽഡയും റിലേറ്റഡും മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്, ഓട്ടോമാറ്റിക്കലി വന്ന് പോകുന്നതാണ്. റിലേറ്റഡ് എന്ന് പറഞ്ഞാലും ടിൽഡ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ, സംശയം വരണ്ട. എഫ് ടിൽഡ ജി ആൻഡ് ജി ടിൽഡ എച്ച്. അപ്പോൾ എഫ് ഈസ് റിലേറ്റഡ് ടു ജി, ജി ഈസ് റിലേറ്റഡ് ടു എച്ച്. അതായത് എഫ് ഡാഷ് എക്സ് ഇക്വൽ ടു ജി ഡാഷ് എക്സ് ആൻഡ് ജി ടിൽഡ എച്ചിൽ നിന്ന് കിട്ടുന്നത് ജി ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ എഫ് ടിൽഡ ജി അല്ലെങ്കിൽ എഫ് റിലേറ്റഡ് ടു ജി ആൻഡ് ജി റിലേറ്റഡ് ടു എച്ച്, അതിൽ നിന്ന് കിട്ടുന്നതാണ് എഫ് ഡാഷ് എക്സ് ഇക്വൽ ടു ജി ഡാഷ് എക്സ്. ജി ടിൽഡ എച്ച് നിന്ന് കിട്ടുന്നതാണ് ജി ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇക്വൽ ജി ഡാഷ് എക്സ് ആൻഡ് ജി ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ മീൻസ്, നോക്കൂ, ഇതിൽ നിന്ന് രണ്ടെണ്ണം എന്ത് കിട്ടും? എഫ് ഡാഷ് ജി ഡാഷിനോട് ഈക്വൽ ആണ്, ജി ഡാഷ് എച്ച് ഡാഷിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അതായത് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു? വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഫ് ഡാഷ് എക്സ് ഇക്വൽ ടു എച്ച് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഈ രണ്ട് റിലേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. എഫ് ഡാഷ് എക്സ് ഇക്വൽ ജി ഡാഷ് എക്സ് ആൻഡ് ജി ഡാഷ് എക്സ് ഇക്വൽ എച്ച് ഡാഷ് എക്സ് ഇംപ്ലൈസ് എഫ് ഡാഷ് എക്സ് ഇക്വൽ ടു എച്ച് ഡാഷ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. സോ എഫ് ടിൽഡ എച്ച് അല്ലെങ്കിൽ എഫ് ഇസ് റിലേറ്റഡ് ടു എച്ച്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എഫ് ടിൽഡ ജി ആൻഡ് ജി ടിൽഡ എച്ച് ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? എഫ് ടിൽഡ എച്ച്. ദാറ്റ് ഈസ്
this relation is also transitive. Hence, this relation is an equivalence relation on S. S എന്ന് പറഞ്ഞാൽ set of all real valued functions ആണ് from R to R. Okay. Now, so tilde is an equivalence relation. Now, equivalence class എന്താണ്? F എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതോ F എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലത്തെ മെമ്പർ ആണെങ്കിൽ അതിൻ്റെ equivalence class എന്താണെന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. Equivalence class of F equal to equivalence class പറഞ്ഞാൽ ഓർക്കുക, equivalence class of any element is the set of all those elements which are related to that particular element. അപ്പോൾ equivalence class of S is set of all functions which are related to F. Set of all G such that F tilde G. Set of all G such that F and G are related. Set of all G which are related to F. That is set of all G such that F dash x equal to G dash x. F tilde G എന്ന് പറഞ്ഞാൽ F dash x equal to G dash x ആണ്. Set of all G such that F dash x equal to G dash x. Which is equal to set of all G such that എപ്പോഴാണ് രണ്ട് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് സെയിം ആവുക? when they differ by a single constant. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇക്വൽ ജി ഡാഷ് എക്സ് എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് എഫ് ഡാഷ് എക്സും ജി ഡാഷ് എക്സും സെയിം ആവുന്നത്. അതായത് ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ജി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് ഈ സെറ്റാണ് ഈ റിലേഷൻ്റെ ഇക്വലൻസ് ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് എഫ് ഈസ് സെറ്റ് ഓഫ് ഓൾ ദോസ് ഫംഗ്ഷൻസ് വിച്ച് ഡിഫർ ഫ്രം എഫ് ബൈ എ സിംഗിൾ കോൺസ്റ്റൻറ്റ്. അതായത് സെറ്റ് ഓഫ് ഓൾ ജി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. സെറ്റ് ഓഫ് ഓൾ ജി സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതാണ് ഈ ഒരു റിലേഷൻ്റെ ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്ന ഫോർ കറസ്പോണ്ടിങ് ടു എഫ്. ഒരു എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇക്വലൻസ് ക്ലാസ്സസ് ആണ്, അത് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തത് പാർട്ടീഷൻസ് ആണ്, അത് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. Now, let S equal to 1, 2, 3, etc. up to 20. Define A related to B if and only if A congruent to B mod 7. ഇവിടുത്തെ അതേപോലത്തെ ഒരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടൻ്റ് ആണത്, അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ്. S equal to 1, 2, 3, etc. 20. Define A related to B if and only if A congruent to B mod 7. Verify whether R is an equivalence relation. Find the equivalence class of 3. 3 എന്ന് പറയുന്ന ഇതിലത്തെ എലമെൻ്റ് ആണ് 3. 3യുടെ ഇക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം. Now, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. A related to B if and only if A congruent to B mod 7. ഇതാണ് നമ്മുടെ റിലേഷൻ. ഡിഫിനിഷൻ പ്രകാരം A related to B if and only if A congruent to B mod 7. അതായത് A related to B if and only if 7 divides A minus B. മോഡ് കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷനാണ്. പഴയ ഡെഫിനിഷൻസ് ഒന്ന് എടുത്ത് നോക്കുക. എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് 7 ഡിവൈഡ്സ് എ മൈനസ് ബി, അല്ലെങ്കിൽ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കണം. നോക്കാം നമുക്ക്. എ ഈസ് റിലേറ്റഡ് ടു ബി ഇഫ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 7. നൗ ആസ് എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7, അത് നിങ്ങൾക്കറിയാം എ മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ 7 ആണ്. അതായത് എ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7. ഇവിടെ റിലേഷൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് 7 ആണ്. അതായത് എ മൈനസ് ബി, അതിൻ്റെ വേറൊരു ഫോമാണ് എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 7, അല്ലെങ്കിൽ 7 ഡിവൈഡ്സ് എ മൈനസ് ബി. നോക്കൂ, എ ഇസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7 ഉറപ്പല്ലേ? എ മൈനസ് എ 0 ആണ്. ഇവിടുത്തെ അതേപോലെ തന്നെയാണ്, ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. n പകരം 7 ആയി, സെറ്റിന് ഈ സെറ്റായി എന്ന് ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7, അതായത് എ മൈനസ് എ ഇസ് 0, ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7, ദാറ്റ് മീൻസ് എ റിലേറ്റഡ് ടു എ. എ കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 7 ആണ്, ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു എ. ഹെൻസ് R is reflexive. This relation is reflexive. രണ്ടാമത്തേത് ഞാൻ ട്രാൻസിറ്റിവിറ്റി ആണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ സിമെട്രിസിറ്റി. ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. Now, suppose A congruent to B mod 7 and B congruent to C mod 7. ഓക്കെ, എ അതായത് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി ആണ്. അതാണ് ഞാൻ ഇവിടെ നേരിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ലെറ്റ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി. അപ്പോൾ അതിൻ്റെ വേറൊരു ഡെഫിനിഷനാണ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് 7 ആൻഡ് ബി കോൺഗ്രുവൻറ്റ് ടു സി മോഡ് 7. അതായത് 7 ഡിവൈഡ്സ് എ മൈനസ് ബി. ഇത് പ്രകാരം 7 ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് 7 ഡിവൈഡ്സ് ബി മൈനസ് സി. രണ്ടാമത്തെ റിലേഷൻ പ്രകാരം 7 ഡിവൈഡ്സ് ബി മൈനസ് സി. അപ്പോൾ 7 ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് 7 ഡിവൈഡ്സ് ബി മൈനസ് സി. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെയാണ്. സോ 7 മസ്റ്റ് ഡിവൈഡ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. 7 എ മൈനസ് ബി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 7 ബി മൈനസ് സി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7 ഡിവൈഡ്സ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി, ദാറ്റ് ഈസ് 7 ഡിവൈഡ്സ് എ മൈനസ് സി. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്, റിപ്പറ്റീഷൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണ്ട എന്നൊരു തോന്നൽ. 10-20 മിനിറ്റിനുള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ
7 divides a minus b plus b minus c, that is 7 divides a minus c. അതായത് a congruent to c അല്ലെങ്കിൽ c congruent 7 divides a minus c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a congruent to c mod 7 എന്ന് വരും. a congruent to c mod 7, അതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് a related to c, a related to c. So the relation is transitive. അപ്പോൾ റിഫ്ലെക്സീവായി ട്രാൻസിറ്റീവായി. ഇനി സിമെട്രി ഒന്നുകൂടെ എളുപ്പമാണ്. a related to b, then 7 divides a minus b, അതായത് a congruent to b mod 7 ആണ്. അപ്പോൾ 7 divides a minus b. So 7 must divide b minus a. That means b congruent to a mod 7 or b related to a. ഞാൻ വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് എഴുതി പോയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നത് തന്നെയുള്ളൂ. അപ്പോൾ a related to b ആണെങ്കിൽ a congruent to b mod 7 ആണ്. അതായത് 7 divides a minus b ആണ്. That means 7 divides b minus a. That means b congruent to a mod 7. ഇത്രയും സ്റ്റെപ്പുകളോട് വരും. എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് എഴുതിയെടുത്താൽ മതി. അപ്പോൾ b congruent to a mod 7, അതായത് b minus 7 divides b minus a, that is b related to a. അപ്പോൾ a related to b യിൽ നിന്ന് b related to a യിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് അത് വരുന്നത്. നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ a related to b implies a congruent to b mod 7. This implies 7 divides a minus b, which implies 7 divide b minus a, which implies b congruent to a mod 7, which implies b related to a. ഇങ്ങനെയാണ് വരുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് സംശയം വരാൻ വെച്ചിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് a related to b implies b related to a. സിമെട്രിക്കുമാണ്. അപ്പോൾ റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് സിമെട്രിക്. സോ ഇറ്റ് ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ നീ ചോദിച്ചിട്ടുള്ളത് 3 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 ഈക്വൽ ടു നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു എ ആണ്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു 3, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു 3. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഴുതാം. അവിടെ സ്ഥലത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് ഐ വിൽ ബി റൈറ്റിംഗ് ഹിയർ. Now equivalence class of 3 എന്ന് പറഞ്ഞാൽ equivalence class of 3 equal to set of all x such that x related to 3, അതായത് equal to set of all x such that x congruent to 3 mod 7, x congruent to 3 mod 7, അതായത് set of all x such that x minus 3 is divisible by 7. Set of all x such that x minus 3 is divisible by 7. ഏതൊക്കെ എലമെൻറ്റുകളാണ് ഈ സെറ്റിൽ x minus 3 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. 3 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3ൽ 3 വരും. 10 മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 10 മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 10 ഇതിൻ്റെ ഇക്വലൻസ് ക്ലാസ്സിൽ വരും. 17 മൈനസ് 3 ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 7. അപ്പോൾ 17 മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. അപ്പോൾ അതും ഈ 3യുടെ ഇക്വലൻസ് ക്ലാസ്സിൽ വരും. അപ്പോൾ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. എന്താണ് 3 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇക്വലൻസ് ക്ലാസ്? 3, 10, 17. ഇങ്ങനെയാണ് ആ ഇക്വലൻസ് ക്ലാസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് എഴുതിയെടുത്തോളുക. ഇക്വലൻസ് ക്ലാസ് ഓഫ് 3, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് റിലേറ്റഡ് ടു 3, ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് കോൺഗ്രന്റ് ടു 3 mod 7, ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 3 ഇസ് ഡിവിസിബിൾ ബൈ 7, അല്ലെങ്കിൽ 7 ഡിവൈഡ്സ് എക്സ് മൈനസ് 3. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തിയത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 3 ഈസ് ഡിവിസിബിൾ ബൈ 7. എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് അത് ഡിവിസിബിൾ ബൈ 7 ആവുക? 3, 10 ആൻഡ് 17. ഈ സെറ്റിലത്തെ എലമെൻറ്റുകളായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 എന്ന് പറയുന്നതിൻ്റെ ഇക്വലൻസ് ക്ലാസ് അണ്ടർ ദിസ് പർട്ടിക്കുലർ റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വലൻസ് റിലേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഇക്വലൻസ് ക്ലാസിൻ്റെ ഡെഫിനേഷൻ. ഇക്വലൻസ് ക്ലാസ്സിന് ശേഷമാണ് നമ്മൾ പാർട്ടീഷൻസ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻസ് റിലേഷനും ഇക്വലൻസ് ക്ലാസ്സും തറവാണെങ്കിൽ വി ആർ റെഡി ടു ഡിഫൈൻ ദ പാർട്ടീഷൻസ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം. തൽക്കാലത്തിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പാർട്ടീഷൻസ് എടുക്കാം. ഓക്കെ.